ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആൻ. ഞാനിവിടെ കാനഡയിലെ ആൽബർട്ടയിലാണ്. ഞാനും ഹസ്ബൻഡും 3 മക്കളുമാണുള്ളത്. ഇന്ന് ഞങ്ങളൊരു ഫാമിലി ഡേ ട്രിപ്പ് പോവാണ്. നമുക്ക് ഏകദേശം ഒരു 2-2.5 മണിക്കൂർ യാത്രയുണ്ട്. ഓൾഡ് മാക്ഡൊണാൾഡ് ക്യാമ്പ് ഗ്രൗണ്ട്, അതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. സത്യം പറഞ്ഞാൽ രാവിലെ ഒരു 9 മണിക്ക് അവിടെ എത്തണമെന്നായിരുന്നു നമ്മുടെ പ്ലാന്. പക്ഷേ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 9 മണിയായി. പിന്നെ നമ്മളവിടെ ക്യാമ്പൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഒരു ഡേ ട്രിപ്പ് ഈവനിങ് ആകുമ്പോഴേക്ക് തിരിച്ചു പോരണം. പിന്നെ ഈ യാത്രയിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ പുറത്തേക്ക് നോക്കിയാൽ ഒരു സൈഡിലാണെങ്കിൽ നല്ല ബ്രൈറ്റായിട്ടും ക്ലിയറായിട്ടും കാണാം. പക്ഷേ മറ്റേ സൈഡ് നോക്കിയാൽ ഒരു ഫോഗി ആയിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ടല്ലോ. അത് ആക്ച്വലി ഫോഗല്ല, ഇവിടെ ഈ വൈൽഡ് ഫയറിൻ്റെ സ്മോക്കാണ്. ഇവിടെ സമ്മറൊക്കെ ആകുമ്പോഴത്തേക്കിന് നല്ല ചൂടാകുമ്പോൾ ഇത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട്. എയർ ക്വാളിറ്റീനെയൊക്കെ നല്ല രീതിയിൽ ചിലപ്പം അഫക്റ്റ് ചെയ്യുന്ന പോലെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഒരു സംഭവമാണ്. വിൻ്റർ ആകുമ്പോഴത്തേക്കിന് നല്ല എക്സ്ട്രീം തണുപ്പിലേക്കും പോകാറുണ്ട്. അതുപോലെ സമ്മർ ആകുമ്പോഴത്തേക്കിന് ചൂട് നല്ല കൂടുമ്പോഴത്തേക്കിന് ഒരു പ്രശ്നമാണ് ഈ വൈൽഡ് ഫയർ. പിന്നെ ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഡ്രൈവിൽ നമ്മൾ മോസ്റ്റ്ലി കാണുന്നത് ഈ ഒരു യെല്ലോ കളർ ആ ഒരു പാടമായിരിക്കും. അത് കൂടുതലും ഈ കനോല പാടങ്ങളാണ്. അത് സത്യം പറഞ്ഞാൽ കാണുമ്പോഴത്തേക്കിന് എനിക്ക് നമ്മുടെ കുട്ടനാട്ടിൽ കൂടെ ഒക്കെ ഡ്രൈവ് ചെയ്യുന്ന ആ ഒരു ഫീൽ അത് സെയിം ആണെന്നല്ല, പക്ഷേ ആ ഒരു ഓർമ്മകൾ എപ്പോഴും എനിക്കത് വരാറുണ്ട്. അതുപോലെ തന്നെ പിന്നെ കാണുന്നൊരു സംഭവമാണ് ഈ കോണ്. ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഈ കനോലയും കോണുമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ആൽബർട്ടയിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു ലാൻഡ്സ്കേപ്പിൽ തന്നെ നമ്മൾ ഡിഫറെൻറ്റ് ഡിവിഷൻസ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ പെട്ടെന്ന് കോമൺ ആയിട്ട് നോട്ടീസ് ചെയ്യുന്ന ഒരിതാണ് ഈ പാരി ലാൻഡ്സ് അല്ലെങ്കിൽ ഫ്ലാറ്റായിട്ടുള്ള ഫാം ലാൻഡുകൾ. അതേപോലെ തന്നെ മറ്റേ സൈഡിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഈ റോക്കി മൗണ്ടൻസ്. അതാണ് ആക്ച്വലി ഇവിടുത്തെ ഒരു മെയിനായിട്ടുള്ളൊരു ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ പിന്നെന്താണ്, നമ്മൾ ഈ പോകുന്ന പ്ലേസ് ആണെങ്കിൽ തന്നെ അവിടെ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് ഓൾറെഡി ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് അവരുടെ കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് ഡേ ടൈം അവിടെ ഒന്ന് സ്പെൻഡ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഈ ഗ്രൂപ്പായിട്ടും അതുപോലെ തന്നെ സിംഗിളായിട്ടും ഒക്കെ ക്യാമ്പ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. അതേപോലെ തന്നെ പ്ലേ ഗ്രൗണ്ട്സ് ഉണ്ട്, പെറ്റിംഗ് സൂ ഉണ്ട്, അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഒക്കെ പറ്റുന്ന പോലത്തെ ഫൺ റൈഡ്സ് ഉണ്ട്. പിന്നെ അവിടെ ഒരു ബീച്ചും ഉണ്ട്. അതായത് ഈ ബഫലോ ലേക്കിൻ്റെ ഒരു ബീച്ച് സൈഡാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതുമുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ഈ കുറച്ച് സമയത്തിനുള്ളിലെന്ന്.
നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ 12:30 ആയി. അപ്പം ലഞ്ച് കഴിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് സമയം ബീച്ചിൽ പിള്ളേരൊക്കെ കളിച്ചു. പ്ലേ ഗ്രൗണ്ടിൽ പോയി കുറച്ച് നേരം കളിച്ചു. അത്രയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ സമയം നമുക്കവിടെ നിന്ന് പോരേണ്ട സമയമായി. ശരിക്കും ഒരുപാടൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല എന്ന് വേണം പറയാൻ. നമുക്ക് ആ ഒരു ടൈം ഒത്തിരി ഡിലേ ആയി പോയത് കാരണം. പിന്നെ ഇപ്പം നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സന്ധ്യയായിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പം സൺസെറ്റ് 10-10:30 ഒക്കെ ആയത് കാരണം നല്ല വെട്ടമുണ്ട് എന്തായാലും. പക്ഷേ ലേറ്റായി തുടങ്ങി. അങ്ങനെ ഒരു നല്ലൊരു ഡേ ആയിരുന്നു. ബട്ട് നമുക്കധികം സമയം കിട്ടിയില്ല. സോ അധികം താമസിയാതെ തന്നെ ഒരു ആക്ച്വൽ ക്യാമ്പിംഗ് ആയിട്ട് ഒരു ഓവർനൈറ്റ് സ്റ്റേ ചെയ്യണം നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി അത് ഈ സമ്മറിൽ തന്നെ ചെയ്യാൻ പറ്റിയാൽ ലെറ്റ്സ് സീ. എന്തായാലും അടുത്തൊരു വീഡിയോയിൽ ഉടനെ തന്നെ കാണാമെന്നുള്ള പ്രതീക്ഷയോടെ താങ്ക് യു സോ മച്ച്. ബൈ എവരിവൺ.